നമസ്കാരം. ഇൻഫാച്യുവേഷൻ ക്യാൻ ruin teens ലൈഫ്. അതായത് ഇൻഫാച്യുവേഷൻ, മോഹം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു, ലവ് ആൻഡ് ഇൻഫാച്യുവേഷൻ. പ്രണയമാണോ മോഹമാണോ? അപ്പോൾ അതിൽ നിന്നും കുറേ പേർ ഫോൺ വിളിച്ച് ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വെച്ചത്. കാര്യം ഏറ്റവും കൂടുതൽ കൗമാരക്കാർക്ക് പറ്റുന്ന മണ്ടത്തരമാണ് പ്രണയമാണ് എന്ന് വിചാരിച്ച് ഇൻഫാച്യുവേഷൻ്റെ പുറകെ പോകുന്നത്. അത് മോഹമാണ്. എന്താണ് സംഭവിക്കുന്നത്? കൗമാരപ്രായത്തിൽ, നമ്മളെല്ലാം കൗമാരപ്രായം കഴിഞ്ഞു വന്നവരാണ്. തീർച്ചയായും കൗമാരപ്രായത്തിൽ നമുക്ക് ചിലരെ ഇഷ്ടപ്പെടും, ചില ഇഷ്ടങ്ങൾ നമ്മുടെ മനസ്സിനകത്തൊന്നും മാറില്ല. ശരിക്കും ചിലപ്പോൾ അവരുടെ സംസാരം, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം, ചിലപ്പോൾ അവരുടെ ബാഹ്യ സൗന്ദര്യം, അവരെന്താണെന്ന് പോലും തിരിച്ചറിയാതായിരിക്കാം നാം അവരിൽ ആകർഷിതരാകുന്നത്. അതൊരു മോഹമാണ്. ഈ മോഹം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർക്കിടയിൽ അവരുടെ പഠനം നശിക്കും. അവരുടെ ജീവിതത്തിലെ ഒരു കാര്യം അവർക്ക് കൃത്യമായി ചെയ്യുവാൻ കഴിയില്ല. അവരുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യബോധമില്ലാതെ പോകും. അവരുടെ ചിന്ത മുഴുവൻ അവർ മോഹിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചായിരിക്കും. ചിലപ്പോൾ മറുവശത്ത് നിന്ന് അങ്ങനെ ഒരു മോഹം കാണുക പോലുമില്ല. പക്ഷെ ഇതിൻ്റെ പേരിൽ ഒരു വല്ലാത്ത രീതിയിൽ, അതായത് നിരാശയിലേക്ക് പോകുന്നവരുണ്ട്, തിരിച്ചക്രമശക്തരാവുന്നവരുണ്ട്, ജീവിതം വെറുക്കുന്നവരുണ്ട്. ഇത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒക്കെ സെയിമാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് നാം കണ്ടുവരുന്നത് ഇൻഫാച്യുവേഷൻ മൂലം പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിതം നശിപ്പിക്കുന്ന കുറേ ആളുകളെയാണ്. അവർക്ക് ഒരു ക്ലാസ്, ചിലപ്പോൾ അവർക്ക് 6-ലായിരിക്കും ഒരാളോട് ഇഷ്ടം തോന്നുന്നത്, 8-ലായിരിക്കും കുറേ ഇഷ്ടം തോന്നുന്നത്, ചിലപ്പോൾ 10-ലായിരിക്കും, ചിലപ്പോൾ +1 +2 ആയിരിക്കാം. പക്ഷെ അവരതെല്ലാം പ്രണയമാണെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. അവരൊരിക്കലും റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല. ഈ റിയാലിറ്റി മനസ്സിലാക്കാത്തടത്തോളം കാലം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് വലിയ അപകടമാണ്. ഇത് നടന്നില്ലെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കൗമാരപ്രായക്കാരായാലും അവരുമായി അവരുടെ സഹോദരങ്ങളാണേലും അധ്യാപകരാണേലും മാതാപിതാക്കളാണേലും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് കാണുമ്പോൾ ബഹളം ഉണ്ടാക്കുന്നതിന് പകരം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊക്കെ ഈ പ്രായത്തിലൊക്കെ എല്ലാവർക്കും വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു മോഹം മാത്രമാണ്. ജീവിതത്തെ ഒന്നും തിരിച്ചറിയാതെ ഒരാളോട് തോന്നുന്ന ആകർഷണം, അല്ലെ അയാളുടെ സ്വഭാവം കൊണ്ടുണ്ടാവുന്ന, അയാളുടെ പെരുമാറ്റം കൊണ്ടുണ്ടാവുന്ന ഒരു അട്രാക്ഷൻ, അത്രയുമേ ഉള്ളൂ. ഇതിൽ സീരിയസ് ആയിട്ടൊന്നുമില്ല. നമുക്ക് ഓരോ പ്രായത്തിലും ഓരോരുത്തരോട് മോഹം തോന്നുന്ന ഒരു ഇതാണ് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള കൗമാരപ്രായത്തിലുള്ള അല്ലെ ടീനേജേഴ്സിനൊന്നും ഇങ്ങനെ മോഹം കാരണം ഒന്നും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.